ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മുടെ DSPയിൽ മോഡ്യൂൾ 1 ഫിൽറ്ററിംഗ് ഓഫ് ലോങ് സീക്വൻസ് ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ ഓവർലാപ്പ് സേവ് മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലത്തിൻ്റെ ഹെൽപ്പോട് കൂടി ഓവർലാപ്പ് സേവ് മെത്തേഡ് ഡിസ്കസ് ചെയ്യും. ലാസ്റ്റ് പാർട്ടിൽ ഫിൽറ്ററിംഗ് ഓഫ് ലോങ് സീക്വൻസിൽ ഓവർലാപ്പ് ആഡ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഓവർലാപ്പ് ആഡ് മെത്തേഡിന്റെ പ്രൊസീജിയർ അറിയാമെങ്കിൽ ഓവർലാപ്പ് സേവ് മെത്തേഡ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുത്തത്. നോർമലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മോഡ്യൂൾ 1 SI ടൈപ്പായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പം ഈ ഫിൽറ്ററിംഗ് ഓഫ് ലോങ് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. Y(n) ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം ഈ ലോങ് സീക്വൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കൺവോൾവ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺവോൾവ് ചെയ്യുന്ന ഇൻപുട്ടും നമ്മളുടെ ഇമ്പൾസ് റെസ്പോൺസ് HFN കൂടെ ആയിരിക്കും കൺവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻപുട്ട് സീക്വൻസിൻ്റെ ലെന്തിയർ ആയിരിക്കും. ഓക്കെ, ഇതിപ്പം കമ്പയർഡ് ടു HFN ലെന്ത് മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇവിടെ 9 ആണ്. ലെന്ത് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ലെന്ത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ XOFN നമ്മൾ പല പല സെക്ഷൻസ് ആയിട്ട് ഇപ്പോൾ X1(n), X2(n) എക്സെട്ര ഇങ്ങനെ സ്മോളർ സീക്വൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം Y1(n). അപ്പോൾ Y1(n) എന്ന് പറയുമ്പോഴത്തേക്ക് X1(n) കൺവോൾവിങ് വിത്ത് HFN ആയിരിക്കും. അതുപോലെ Y2(n) എന്ന് വെച്ചാൽ എന്തായിരിക്കും, X2(n) കൺവോൾവ് വിത്ത് HFN. നമ്മളിങ്ങനെ ഈ ലെന്തിയർ സീക്വൻസിനെ സ്മോളർ സീക്വൻസ് ആക്കിയിട്ട് അതിനെ കൺവോൾവ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഓവർലാപ്പ് സേവ് മെത്തേഡ് വെച്ചിട്ട് കമ്പൈൻ ചെയ്ത് എഴുതും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പം ഓവർലാപ്പ് ആഡ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കുക. അതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ടോപ്പിക്ക് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊസീജിയർ കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോർമലി എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓവർലാപ്പ് സേവ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ XOFN, അതായത് ലെന്തിയർ സീക്വൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇതിപ്പം നോർമലി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് L+M-1 എലമെന്റ്സ് കാണും. L എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലെന്ത് എത്ര എലമെന്റ്സ് ഉണ്ട്, 9 എലമെന്റ്സ് ഉണ്ട്. ഇതിൻ്റെ ലെന്ത് 3 ആണ്, -1. ഇപ്പോൾ ടോട്ടൽ 11 എലമെന്റ്സ് കാണും നമ്മളുടെ ഔട്ട്പുട്ടിൽ. ഓക്കെ, 11 എലമെന്റ്സ്. ഈ 11 എലമെന്റ്സ് ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് HFN തന്നിട്ടുണ്ട്. HFN = 1, 2, 3. അതുപോലെ XOFN = 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, ഈ XOFN X1(n), X2(n) അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം ഇതിനകത്ത് HFN ലെന്ത് നമ്മൾ നോർമലി M എന്നുള്ള ലെറ്റർ വെച്ചാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. M = നമ്പർ ഓഫ് എലമെന്റ്സ്. അതിനാണ് നമ്മൾ ലെന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 ഉണ്ട്. ഇനി ഈ XOFN ഈ ലെന്തിയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് L എന്നുള്ളൊരു നമ്പർ ഉണ്ട്. L = ഈ സെയിം ആസ് HFN ലെന്ത് അങ്ങ് എടുക്കുക. അത് നമ്മളെ ചോയ്സ് ആണ് L എന്നുള്ളത്. L നമ്മൾ M അതേ വാല്യൂ 3 അങ്ങ് എടുക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XOFN X1(n) ഇങ്ങനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പം അതിൽ X1(n)നകത്ത് എത്ര എലമെന്റ്സ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ L+M-1 എലമെന്റ്സ് കാണണം. അപ്പോൾ L നമ്മൾ ചൂസ് ചെയ്ത് 3 എടുത്തു. M ഓൾറെഡി ഈ HFN വാല്യൂ 3 ആണ്, -1. അപ്പം 6 - 1 ടോട്ടൽ 5 എലമെന്റ്സ് വേണം. നമ്മളുടെ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ഓരോ സീക്വൻസിനകത്തും 5 എലമെന്റ്സ് വേണം. എന്താ പറഞ്ഞത്, HFN ലെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ പല പല എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് കൺവോൾവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫൈനൽ 11 എലമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് L ചൂസ് ചെയ്യാം.
ഒരു എളുപ്പ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എത്ര ആണോ അത്രയും തന്നെ എല്ലും ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്തതിനകത്തുള്ള എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പ്ലസ് എം മൈനസ് വൺ, അതായത് 5 എലമെന്റ്സ് വേണം. ഓക്കെ, ഇതിനകത്ത് ഈ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. അപ്പൊ നമ്മൾ ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ വലിയ സീക്വൻസിനെ 3 എഗെയിൻ 3 ഇങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് x1 ഓഫ് n എഴുതുകയാണ്. x1 ഓഫ് n എന്ന് പറയുമ്പോഴത്തേക്ക് 1 2 3, എൽ 3 ആയതുകൊണ്ട് 1 2 3. പക്ഷേ ഈ x1 ഓഫ് n എത്ര എലമെന്റ്സ് വേണം? എൽ പ്ലസ് എം മൈനസ് വൺ 5 എലമെന്റ്സ് വേണം. അപ്പോൾ ടോട്ടൽ 5 എലമെന്റ്സ് വേണം. അപ്പോൾ 5 ആക്കാൻ വേണ്ടി ഓവർലാപ്പ് സേവ് മെത്തേഡിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണ് 2 സീറോസ് ആഡ് ചെയ്യുന്നത്. ഓവർലാപ്പ് ആഡ് മെത്തേഡിൽ നമ്മൾ എൻഡിങ്ങിലായിരുന്നു ആഡ് ചെയ്യുന്നത്. ഇവിടെ 2 സീറോസ് എവിടെ ആഡ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ 2 സീറോസ് ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 ഓഫ് n ടോട്ടൽ എത്ര എലമെന്റ്സ് വേണം? എൽ പ്ലസ് എം മൈനസ് വൺ 5 എലമെന്റ്സ് വേണം. ഇതാണ് നമ്മളുടെ x1 ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് എൽ 3 ആയതുകൊണ്ട് അടുത്ത എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? വെരി ഗുഡ്, 4 5 6 ആയിരിക്കും. 4 5 6 ആയിരിക്കും. അപ്പൊ അവിടെയും ടോട്ടൽ എത്ര എലമെന്റ്സ് വേണം? ഈ 5 എലമെന്റ്സ് വേണം. നമ്മൾ ഈ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഇത് 5 ആക്കാൻ വേണ്ടി തൊട്ട് മുമ്പത്തെ നമ്മൾ x1 ഓഫ് n ഇല്ലയോ, x1 ഓഫ് n ലാസ്റ്റ് 2 എലമെന്റ്സ് ആയിരിക്കും നമ്മൾ 5 ആക്കാൻ വേണ്ടി എടുക്കുന്നത്. അതായത് 2ഉം 3ഉം കൂടെ എടുത്ത് ടോട്ടൽ 5 എലമെന്റ്സ് ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളുടെ x2 ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ x2 ഓഫ് n വരുമ്പോഴത്തേക്ക് 5 ആക്കാൻ വേണ്ടി ഈ ലാസ്റ്റ് 2 എലമെന്റ്സ്, ഈ 2 എലമെന്റ്സ് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 5 ആക്കണം. ഓക്കെ, അപ്പോൾ 5 ആക്കണമെങ്കിൽ ഈ 2 എലമെന്റും കൂടെ ആഡ് ചെയ്ത് ഈ ടോട്ടൽ 5 എലമെന്റ്സ് ആക്കി. ഇനി അടുത്ത എന്താണ് x3 ഓഫ് n. x3 ഓഫ് n എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ എലമെന്റ്സാ? 7 8 9. നമ്മൾ 7 8 9 എടുത്തു. അപ്പോൾ അതിനെ എന്താക്കണം? ടോട്ടൽ 5 എലമെന്റ്സ് ആക്കണം. 5 എലമെന്റ്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? ഈ 5ഉം ഈ 6ഉം, പ്രീവിയസിന്റെ 5ഉം 6ഉം കൂടെ എടുക്കണം. 5ഉം 6ഉം കൂടെ എടുത്ത് ടോട്ടൽ എത്ര ആക്കി? നമ്മൾ ഇവിടെ 5 എലമെന്റ്സ് ആക്കി. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ എപ്പോഴും നമ്മൾ എന്തെടുക്കണം? ഈ പ്രീവിയസ് 2 എലമെന്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അത് എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ 1 2 3 എടുത്തപ്പോഴത്തേക്ക് പ്രീവിയസ് 2 0 എടുത്ത് 0 0 1 2 3 എടുത്തു. അടുത്ത ഈ സീക്വൻസ് എടുക്കുമ്പോഴത്തേക്ക് എന്താ എഴുതിയത്? അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള 2 3 4 5 6 എടുത്തു. ഇത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ എടുത്തു? 4 5 7 8 9 എടുത്തു. അപ്പം ഇനി എന്തുകൂടെ കൺസിഡർ ചെയ്യണം? നമ്മൾ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഈ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ 8 9ഉം കൂടെ കൺസിഡർ ചെയ്ത് ആ ഒരു സീക്വൻസും കൂടെ എടുക്കാൻ ഓർക്കണം. ഓക്കെ, x4 ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലാസ്റ്റ് 2 സീക്വൻസും കൂടെ എടുത്തിട്ട് അത്രയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് 5 ആക്കണമെങ്കിൽ 3 സീറോസ് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ഇവിടെ 4 സീക്വൻസ് വരും. x1 ഓഫ് n, x2 ഓഫ് n, x3 ഓഫ് n ആൻഡ് x4 ഓഫ് n. അപ്പം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പ്രീവിയസ് 2 കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഓവർലാപ്പ് സേവ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഓർത്തോണം. x4 ഓഫ് n എടുക്കണം. x4 ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 എലമെന്റ്സ് വരും. അപ്പം അതിൽ ഫസ്റ്റ് 2 എലമെന്റ് എന്ന് പറയുന്നത് ഈ 8 9 ആയിരിക്കും. ബാക്കി എലമെന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ ലെന്തിയർ സീക്വൻസിന് ഇങ്ങനെ സ്മോളർ ആയിട്ടുള്ള x1 ഓഫ് n, x2 ഓഫ് n, x3 ഓഫ് n, x4 ഓഫ് n സീക്വൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിന്റെയും ലെന്ത് നമ്മൾ 5 ആയിട്ട് എടുത്തു. സിൻസ് എൽ പ്ലസ് എം മൈനസ് വൺ എലമെന്റ്സ് വേണം ഓരോ ഈ സെക്ഷൻസിനകത്തുള്ള ഇൻപുട്ടിലും. ഓക്കെ, അതുപോലെ തന്നെ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഫസ്റ്റ് 2 സീറോ ആഡ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്. പിന്നെ ഉള്ളതിനകത്തെല്ലാം ഈ ലാസ്റ്റ് വരുന്ന 2 എലമെന്റ്സ്. ഇവിടെ സിൻസ് 5 എലമെന്റ്സ് ആയതുകൊണ്ട് x2 ഓഫ് n ഈ 2 3 എടുത്തിട്ട് ബാക്കി 4 5 6, അടുത്ത 7 8 9 അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള 5 6, ലാസ്റ്റ് 8 9 ബാക്കി 5 ആക്കാൻ വേണ്ടി ബാക്കി റിമൈനിങ് സീറോസ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓരോന്നിനെയും അതിന്റെ കറസ്പോണ്ടിങ് y1 ഓഫ് n, y2 ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി y1 ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യണം. y1 ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ എന്തായിരിക്കും? h ഓഫ് n ആയിരിക്കും. സിമിലർലി y2 ഓഫ് n എന്തായിരിക്കും?
സെക്കൻഡ് സീക്വൻസ് x2 ഓഫ് എൻ സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് എൻ ആയിരിക്കും. അങ്ങനെ എത്ര വരെ കണ്ടുപിടിക്കണം? y4 ഓഫ് എൻ ഈക്വൽ ടു x4 ഓഫ് എൻ സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് എൻ ആയിരിക്കണം. ഇവിടെ നമ്മൾ സർക്കുലർ കൺവല്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് y1 ഓഫ് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. y1 ഓഫ് എൻ ഓക്കെ മീൻസ് x1 ഓഫ് എൻ സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് എൻ. അതിൽ x1 ഓഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എടുത്തത്? 0 0 1 2 3 0 0 1 2 3. പിന്നെ കൺവോൾവ് ചെയ്യേണ്ടത് h ഓഫ് എൻ വെച്ചിട്ടാണ്. h ഓഫ് എൻ ഈക്വൽ ടു നമ്മളുടെ h ഓഫ് എൻ്റെ വാല്യൂ എന്തായിരുന്നു? 1 2 3 ആയിരുന്നു. ഓക്കെ, h ഓഫ് എൻ്റെ വാല്യൂ 1 2 3. പക്ഷേ നമുക്കറിയാം സർക്കുലർ കൺവല്യൂഷൻ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ലെന്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതിപ്പം ലെന്ത് 5 ആണെങ്കിൽ ഇതിൻ്റെയും 5 ആക്കണം. 5 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് സീറോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എവിടേക്ക് ആഡ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ ലാസ്റ്റ് രണ്ട് സീറോസ് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെ ലെന്ത് എന്തായി? സെയിം ആയി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മെട്രിക്സ് മെത്തേഡിൽ സർക്കുലർ കൺവല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് x1 ഓഫ് n ഒരു കോളമായിട്ട് എഴുതി 0 0 1 2 3. ഈ 3 അങ്ങ് മേളിൽ കൊണ്ടുപോയിട്ട് ബാക്കി എലമെൻറ്റ്സ് 0 0 1 2. ഇനി ഈ 2നെ അങ്ങ് മേളിൽ കൊണ്ടുപോകും. റിമൈനിങ് ഇത്ര എലമെൻറ്റ്സ് ഏതൊക്കെയാ? 3 0 0 1. ഈ 1നെ അങ്ങ് ടോപ്പിൽ കൊണ്ടുപോകും. റിമൈനിങ് 2 3 0 0. 5 എലമെൻറ്റ്സ് ഉള്ള. അപ്പോൾ 5 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യണം. 0 അങ്ങ് മേളിൽ കൊണ്ടുപോകണം. എന്തുവരും? 1 2 3 0. ഓക്കെ, ഇനി ഈ 0 മേളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ വെച്ച് എൻഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? അതിന് നമ്മൾ സെക്കൻഡ് സീക്വൻസ് h ഓഫ് എന്നിനെ ഒരു കോളമായിട്ട് എഴുതണം. അതായത് 1 2 3 0 0. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് മെട്രിക്സ്, ഇത് സെക്കൻഡ് മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 0 × 1 0 × 1 പ്ലസ് 3 × 2 പ്ലസ് 2 × 3 പ്ലസ് 1 × 0 പ്ലസ് 0 × 1. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 12 ആണ്. സിമിലർലി എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് എലമെൻറ്റ് 0 × 1 പ്ലസ് 0 × 2 പ്ലസ് 3 × 3 പ്ലസ് 3 × 0 പ്ലസ് 1 × 0. അതിൻ്റെ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 9 കിട്ടും. സിമിലർലി ബാക്കി എലമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 1 4 10. അങ്ങനെ നമുക്ക് y1 ഓഫ് എൻ്റെ വാല്യൂ 12 9 1 4 10 എന്ന് കിട്ടും. അപ്പോൾ അത് എങ്ങനെ എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻപുട്ട് എഴുതില്ല, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എഴുതുക. ഓക്കെ, ഫസ്റ്റ് x1 ഓഫ് എന്നിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് y1 ഓഫ് n ആണ്. അപ്പോൾ y1 ഓഫ് n നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 12 9 1 4 10 ആണ്. അത് ഇതുപോലെ എഴുതുക. 12 9 1 4 10. ഇതാണ് നമ്മളുടെ y1 ഓഫ് n. ഈ x1 ഓഫ് എന്നിനെ h-നുമായിട്ട് കൺവോൾവ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് ആണ് 12 9 1 4 10. ഇനി അതുപോലെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ അടുത്തത് y2 ഓഫ് n കണ്ടുപിടിക്കണം. y2 ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ വിത്ത് h ഓഫ് n. നെക്സ്റ്റ് y2 ഓഫ് n ഈക്വൽ ടു x2 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. ഇവിടെ x2 ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എലമെന്റ് എന്ന് പറയുന്നത് 2 3 4 5 6 2 3 4 5 6. 2 3 4 5 6 ഇതുപോലെ മെട്രിക്സ് ഫോമിൽ എഴുതുക. 2 3 4 5 6. 6നെ അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 6 2 3 4 5. ഈ 5നെ അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 5 പിന്നെ ഈ 6 2 3 4. 4നെ അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 5 6 2 3. 3നെ അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 4 5 6 2. ഓക്കെ, അങ്ങനെ 5 എലമെൻറ്റ്സ് ആയതുകൊണ്ട് 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് എന്ത് വിട്ടാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ h ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 0 0. അതിനെ കോളമായിട്ട് എഴുതുക. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 29 25 16 22 28. ഓക്കെ, അത് എവിടെ എഴുതണം? നമ്മൾ x1 ഓഫ് n എഴുതിയ പോലെ തന്നെ
കറസ്പോണ്ടിങ് അതിൻ്റെ ഔട്ട്പുട്ട് y2 ഓഫ് n എഴുതണം. y2 ഓഫ് n. അപ്പോൾ y2 ഓഫ് n നമ്മൾ ഇൻപുട്ട് എഴുതിയ അതേ പൊസിഷനിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 3 ഇപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെഴുതണം, അതിൻ്റെ കിട്ടിയ വാല്യൂ എഴുതണം. കിട്ടിയ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 29 25 16 22 28. ആ വാല്യൂ ഇവിടെ എഴുതുക. ഓക്കെ, 29 25 16 22 28. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? y3 ഓഫ് n കണ്ടുപിടിക്കണം. y3 ഓഫ് n എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? y3 ഓഫ് n ഈക്വൽ ടു x3 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. ഓക്കെ, ഈ സിമിലർ മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. x3 ഓഫ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സീക്വൻസ് എന്തായിരുന്നു? 5 6 7 8 9. 5 6 7 8 9. അപ്പോൾ അതിന് നമ്മൾ y3 ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ സീക്വൻസിനെ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യുക. 5 6 7 8 9. ഈ 9 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 5 6 7 8 8 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. ഇത് വരും 9 5 6 7 7 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 8 9 5 6 6 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 7 8 9 5 5 എലമെൻറ്റ്സ് ആയതുകൊണ്ട് 5 പ്രാവശ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അതിനെ എന്തുകൊണ്ടും കൺവോൾവ് ചെയ്യണം? h ഓഫ് n കൊണ്ട് കൺവോൾവ് ചെയ്യണം. h ഓഫ് എൻ്റെ വാല്യൂ 1 2 3 0 0. ഓക്കെ, ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 47 43 34 40 46. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പം എന്ത് ചെയ്യണം? ഈ y3 ഓഫ് എൻ്റെ വാല്യൂ നമ്മളിപ്പം x3 ഓഫ് n എഴുതിയ പോലെ തന്നെ, അപ്പം രണ്ടെണ്ണം ഓവർലാപ്പ് ചെയ്തില്ലേ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? നമുക്കിപ്പോൾ കിട്ടിയ y3 ഓഫ് n വാല്യൂ ഇവിടെ എഴുതണം. ഓക്കെ, നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 47 43 34 40 46. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? x4 ഓഫ് n കറസ്പോണ്ടിങ് ആയിട്ട് y4 ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഇതുപോലെ ഈ രണ്ട് എലമെൻറ്റ്സ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം y4 ഓഫ് n വിൽ ബി ഈക്വൽ ടു x4 ഓഫ് n സർക്കുലർ കൺവല്യൂഷൻ h ഓഫ് n. x4 ഓഫ് എൻ്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾ 5 എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 8 9 റിമൈനിങ് സീറോസ്. 8 9 0 0 0. അതിനെയും ഇതുപോലെ മെട്രിക്സ് ഫോമിൽ എഴുതുക. ഓക്കെ, y4 ഓഫ് n മെട്രിക്സ് ഫോമിൽ എഴുതുക. ഇത് വരും 8 9 0 0 0. ഈ 0 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 8 9 0 0. ഈ 0 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? 0 8 9 0. 0 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 0 0 8 9. ഈ 9 അങ്ങ് മേളിൽ കൊണ്ടുപോവുക. 0 0 0 8 ഇൻറ്റു എന്താണ്? h ഓഫ് n. h ഓഫ് എൻ്റെ വാല്യൂ 1 2 3 0 0. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്, മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത് 8 25 42 27 0. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? ഈ നമ്മൾ ഈ എഴുതിയ പൊസിഷനിൽ ഈ രണ്ടെണ്ണം ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ആൻസർ എഴുതുക. 8 25 ദെൻ 42 27 0. നമ്മളിവിടെ എന്ത് ചെയ്തു? ഓരോന്നിനെയും ഈ ലെന്തിയർ ആയിട്ടുള്ള സ്മോളർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്തു? h ഓഫ് n വെച്ച് കൺവോൾവ് ചെയ്തു. ലെന്ത് സെയിം ആക്കാൻ വേണ്ടി h ഓഫ് n നമ്മൾ 2 സീറോസ് ആഡ് ചെയ്ത് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ സെയിം പൊസിഷനിൽ നമ്മൾ ഔട്ട്പുട്ട് എഴുതി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഫൈനൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫൈനൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് ഫൈനൽ y ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യണം. y ഓഫ് n നകത്ത് 11 എലമെൻറ്റ്സ് കാണും. ഓക്കെ, അപ്പം ഞാൻ ഈ y1 ഓഫ് n y2 ഓഫ് n y3 ഓഫ് n ആൻഡ് y4 ഓഫ് n ഒന്ന് വിളിച്ച് എഴുതുകയാണ്. ഇപ്പോൾ ഫൈനൽ y ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ y1 ഓഫ് n y2 ഓഫ് n y3 ഓഫ് n y4 ഓഫ് n ഞാനിവിടെ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ y1 ഓഫ് n. നമ്മൾ ഇൻപുട്ട് എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് അതുപോലെ തന്നെ
ഔട്ട്പുട്ട് എഴുതണം. അപ്പം x2 ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഓവർലാപ്പ് ചെയ്തിട്ടാണ് എഴുതിയിരുന്നത്. അപ്പം അതുപോലെ y2 ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 4 10 ഓവർലാപ്പ് ചെയ്ത രീതിയിൽ നമ്മൾ എഴുതി. നെക്സ്റ്റ് y3 ഓഫ് എന്ന് ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ എഴുതി. സിമിലർ ആവും, ഇൻപുട്ട് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ ലാസ്റ്റ് y4 ഓഫ് എന്ന് ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ എഴുതി. ഓക്കെ, എങ്ങനെയാണോ നമ്മൾ ഇൻപുട്ടിനകത്ത് എടുത്തത് അതുപോലെ തന്നെ ഇൻപുട്ടിൽ എങ്ങനെയാണ് നമ്മൾ എടുത്തത്, ആദ്യമേ ഈ ഫസ്റ്റ് 1 2 3 എടുത്ത് ആദ്യമേ 2 0 എടുത്തു, അടുത്ത് 4 5 6 എടുത്തു, ഈ അതിന് തൊട്ടുമുമ്പുള്ള സീക്വൻസിന്റെ 2 3 എടുത്തു. ഓക്കെ, 2 3 എടുത്തു. അടുത്തത് 7 8 9 അതിന് മുമ്പുള്ള 5 6 എടുത്തു. ലാസ്റ്റ് നമ്മൾ എന്ത് 8 9 എടുത്ത് ബാക്കി 0 എടുത്തു. അതുപോലെ ആ സെയിം പൊസിഷനിൽ തന്നെ നമ്മൾ സെയിം ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എഴുതി. ഇനി നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ y ഓഫ് n ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ y ഓഫ് n ഓവർലാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓവർലാപ്പ് സേവ് മെത്തേഡാണ്. ഓവർലാപ്പ് സേവ് മെത്തേഡ്. ഓവർലാപ്പ് സേവ് മെത്തേഡിൽ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തതാ, ഇൻപുട്ടിൽ ഇത് രണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാ ഇല്ലേ, പ്രീവിയസ് സീക്വൻസിന്റെ എക്സ്ട്രാ കൊടുത്തതാ, 0 ഇട്ടതാ. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് സേവ് മെത്തേഡിൽ നമ്മൾ ഫൈനൽ റിസൾട്ട് എഴുതുമ്പം ആ വാല്യൂസ് ഡിസ്കാർഡ് ചെയ്യണം, ഒഴിവാക്കണം. ഓക്കെ, ഡിസ്കാർഡ് ചെയ്യണം. അതുപോലെ ഈ രണ്ട് എലമെന്റ്സ് എങ്ങനെ എടുത്തത്, അത് പ്രീവിയസിന്റെ 2 3 നമ്മൾ എടുക്കുക. അപ്പോൾ ആ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് രണ്ട് എലമെന്റ്സ് ഡിസ്കാർഡ് ചെയ്യണം, ഒഴിവാക്കണം. സിമിലർലി ഇതിന്റെയും y3 ഓഫ് ന്റെയും ഫസ്റ്റ് 2 എലമെന്റ്സ് ഡിസ്കാർഡ് ചെയ്യണം, നമ്മൾ പ്രീവിയസ് എടുത്ത് വെച്ചിട്ട് കൺവോൾവ് ചെയ്തതാണ്. സിമിലർലി ലാസ്റ്റിന്റെയും ഫസ്റ്റ് 2 എലമെന്റ്സ് ഡിസ്കാർഡ് ചെയ്യണം. ഇതാണ് ഓവർലാപ്പ് ആഡിൽ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓവർലാപ്പ് സേവ് ചെയ്യുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കൊടുത്ത എലമെന്റ്സ് എല്ലാം ഔട്ട്പുട്ട് എഴുതുമ്പോഴത്തേക്ക് ഡിസ്കാർഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എഴുതുമ്പോഴത്തേക്ക് ആദ്യത്തെ ഔട്ട്പുട്ടിന്റെ 12 9 ഡിസ്കാർഡ് ചെയ്ത് ബാക്കി ഏതൊക്കെ എലമെന്റ്സ് എടുക്കത്തുള്ളൂ, 1 4 10 എടുക്കും. 1 4 10 എടുക്കും. ഇനി അടുത്ത സെക്കൻഡ് സീക്വൻസിൽ ഏതൊക്കെ എടുക്കത്തുള്ളൂ, ആദ്യത്തെ ഡിസ്കാർഡ് ചെയ്തിട്ട് റിമൈനിങ് 3 എലമെന്റ്സ് 16 22 28. അടുത്ത ഇതിൽ നിന്നോ ആദ്യത്തെ ഡിസ്കാർഡ് ചെയ്ത് റിമൈനിങ് 34 40 46. ലാസ്റ്റ് സീക്വൻസിലോ ഇത് രണ്ട് ഡിസ്കാർഡ് ചെയ്ത് 42. നോക്കണം ടോട്ടൽ എത്ര എലമെന്റ്സ് വരും നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 എലമെന്റ്സ് നമുക്ക് വരത്തുള്ളൂ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു l plus m minus 1 ടോട്ടൽ 11 എലമെന്റ്സ് ആണ് വരുന്നത്. അപ്പം ലാസ്റ്റ് വരുന്ന 0 നമ്മളങ്ങ് കളയണം. കാരണം ഇവിടെ എന്ത് വരും, ഇതിനകത്ത് വരുന്നതിനകത്ത് 42 27 എടുക്കാവുള്ളൂ. ഇത് 0 കൂടെ വരും, 0 എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തുകൊണ്ടാണ് ആ 0 വന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്ര എലമെന്റ്സ് കാണും, 11 എലമെന്റ്സ് കാണും. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് y ഓഫ് n ഔട്ട്പുട്ട് ഈക്വൽ ടു y ഓവർലാപ്പ് സേവ് മെത്തേഡ് ആൻസർ വിൽ ബി 1 4 10 16 22 28 34 40 46 42 ആൻഡ് 27. ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് ഓവർലാപ്പ് ആഡ് മെത്തേഡിലും കിട്ടിയത്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, സെയിം ആൻസർ ആണ് കിട്ടിയത്. അപ്പോൾ രണ്ട് പ്രൊസീജിയർ ആണുള്ളൂ. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെന്തർ ആയിട്ടുള്ള സീക്വൻസിന് അതിന്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. രണ്ട് പ്രൊസീജിയർ ഒന്നേ ഉള്ളൂ, രണ്ടിന്റെ ആൻസർ സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ആ പ്രൊസീജിയറും ഡിഫറൻസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓവർലാപ്പ് ആഡ് മെത്തേഡും ഓവർലാപ്പ് സേവ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസ് എടുക്കുന്നതിനുള്ള ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഔട്ട്പുട്ടിൽ അവിടെ ഓവർലാപ്പ് ചെയ്ത് തരുന്നത് നമ്മൾ ആഡ് ചെയ്താണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് 0 ആഡ് ചെയ്യുന്നത്. അതായത് പ്രീവിയസിന്റെ ഇൻപുട്ടാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് എടുക്കുന്നത്. ലെന്ത് 5 വരാൻ വേണ്ടി, അതായത് l plus m minus 1 ഓരോ സീക്വൻസിൽ ലെന്ത് 5 വരാൻ വേണ്ടി നമ്മൾ പ്രീവിയസിന്റെ എലമെന്റ്സ് ആണ് 2 എലമെന്റ്സ്. ഇവിടെ 5 ആയതുകൊണ്ട് 2 എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, അത് കൺവോൾവ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പം അതിന്റെ ഔട്ട്പുട്ടിൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ആ എലമെന്റ്സ് ഡിസ്കാർഡ് ചെയ്തിട്ട് വരുന്ന എലമെന്റ്സ് ആയിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1 4 10, സെക്കൻഡിൽ 16 22 28, തേർഡിൽ 34 40 46. അതുപോലെ ഫോർത്തിൽ വരുമ്പോഴത്തേക്ക് ഈ 0 എടുക്കത്തില്ല, ഇത്രയും എടുക്കത്തുള്ളൂ. കാരണം നമ്മൾ ടോട്ടൽ 11 എലമെന്റ്സ് ആണ് വരേണ്ടത്. അപ്പം 27 വരുമ്പോഴത്തേക്ക് 11 എലമെന്റ്സ് ആവും. ഇതാണ് ഇതിന്റെ ഫുൾ സൊല്യൂഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ
ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മീഡിയ.